വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. പുതിയ എന്തോ പ്രശ്നം തലയിലേറ്റിക്കൊണ്ട് വന്നിരിക്കുക. കരയുന്ന കണ്ടില്ലേ? പാർവതി, എന്തിനാ കരയുന്ന? ജോലി സ്ഥലത്ത് വീണ്ടും പ്രശ്നം ഉണ്ടായോ? ഇല്ല, ഇവള് പറയാറുള്ള കരുനാഗം ഇവളെ കൊണ്ട് വീണ്ടും ലോഡ് എടുപ്പിച്ചിട്ടുണ്ടാവും. അതൊന്നും അല്ല. പിന്നെ അച്ഛൻ വിളിച്ചിരുന്നു, എന്റെ സൈക്കിള് കള്ളം കൊണ്ടുപോയിന്ന്. പഴയ ഒരു സൈക്കിള് കള്ളം കൊണ്ടുപോയിനാണോ നീ കിടന്നിങ്ങനെ കരയുന്നേ? അത് വെറും ഒരു സൈക്കിളല്ല, എന്റെ മനസ്സറിയുന്ന സൈക്കിളാ. അതൊന്നും പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല. പങ്കെടുത്ത ഒരു സൈക്കിൾ റേസിലും ഞാൻ തോറ്റിട്ടില്ല. അത് എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല. ആ സൈക്കിള് എന്നെ ഒന്നാമത് എത്തിച്ചിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാല് ആ സൈക്കിളിൽ കയറിയിരുന്ന് കുറച്ചു ദൂരം പോയാൽ മതി, അതെന്നെ ആശ്വസിപ്പിക്കും. നാട്ടിലൊരു ചെക്കനുണ്ട്, അമ്പാടി. അവനൊരു കാലില്ല. കൃത്രിമ കാല് വെക്കാനുള്ള 50,000 രൂപ അവനുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞത് ആ സൈക്കിൾ ഉണ്ടായിരുന്നോണ്ടാ. അത് കട്ടുകൊണ്ട് പോയ കള്ളൻ ആരാണെങ്കിലും അവൻ ഗതി പിടിക്കില്ല, നശിച്ച നാറാണക്കല്ലാവും, ഉറപ്പാ. ആ സൈക്കിളിനോടുള്ള നിന്റെ അറ്റാച്ച്മെന്റ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷമിക്കണ്ട. ഒരാള് മനസ്സ് വെച്ചാ നിനക്ക് ആ സൈക്കിള് തിരിച്ചു കിട്ടും. ആര്? ഞാനത് പറഞ്ഞാ നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പറ. ഭഗവാൻ കൃഷ്ണനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഓം നമോ നാരായണായ എന്ന് ഇതില് 108 തവണ എഴുതണം. എഴുതുമ്പോഴെല്ലാം കള്ളം കൊണ്ടുപോയ സൈക്കിള് തിരിച്ചു കിട്ടണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയും വേണം. ആ സൈക്കിള് ഭഗവാൻ നിന്റെ മുമ്പിൽ എത്തിച്ചു തന്നിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം കൃഷ്ണ ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ദാ എഴുത്. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച കൃഷ്ണ ഭഗവാൻ കേൾക്കും പാർവതി. അവൾ എഴുതട്ടെ. അതുവരെ നമുക്ക് ബാൽക്കണിയിൽ ചെന്ന് നിൽക്കാം. വാ. എന്താ ഇത്? പ്രിയപ്പെട്ട ചട്ടമ്പി പാറുവിന്. പാർവതി, പാർവതി, എന്താ എന്താ മീര? ദാ നോക്ക്. പ്രിയപ്പെട്ട ചട്ടമ്പി പാറുവിന്. പാർവതി വിളിക്ക്. പാർവതി, പാർവതി. ആ എന്താ ആയിഷ? ദേ നിനക്കൊരു ഗിഫ്റ്റ്. എനിക്കോ? ദേ കണ്ടില്ലേ ചട്ടമ്പി പാറുന്ന് എഴുതിയിരിക്കുന്ന. ചട്ടമ്പി പാറു നീയല്ലേ? ഇത്രയും വലിയ ഗിഫ്റ്റോ? എന്തായിരിക്കും ഇത്? ആരായിരിക്കും ഇത് ഇവിടെ കൊണ്ടുവച്ചത്?
ഞാൻ തലവേദന കാരണം ഒരു ഗുളിക മേടിക്കാൻ വേണ്ടി പോയതാ. ഇതാരാ എവിടെ കൊണ്ടുവച്ച്? തുറന്നു നോക്ക് പാർവതി, തുറന്നു നോക്ക്. വാ, തുറന്നു നോക്ക്. എന്റെ സൈക്കിള്. മീര, ആയിഷ, ജെനിഫർ, ഇതാ കള്ളം കൊണ്ടുപോയ എന്റെ സൈക്കിള്. എത്ര ദിവസമായി കണ്ടിട്ട്. അവളുടെ സന്തോഷം കണ്ടാ തോന്നും അത് സൈക്കിളല്ല ബെൻസ് കാറാണെന്ന്. അതിന് വട്ട വന്ന ഇങ്ങോട്ട്. മീര, നീ പറഞ്ഞത് സത്യ. നാട്ടിൽ നിന്ന് കള്ളം കൊണ്ടുപോയ സൈക്കിള് ഇവിടെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് കൃഷ്ണ ഭഗവാൻ തന്നെയാ. എത്ര ദിവസമായി ഞാനത് ഓടിച്ചിട്ട്. ഒരു റൗണ്ട് ഓടിച്ചിട്ട് വരാം. എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ? പിന്നെ ഞാനേ ഇതൊന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയട്ടെ. നീ ഒന്ന് ഫോൺ തരുമോ? ഹലോ, ആരാ? ഹലോ ചേച്ചി, ഞാനാ പാറു. ആ, നീയായിരുന്നോ? ഇതാരുടെ നമ്പറാ? ഇത് മീരയുടെ ഫോണാ. ആ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താടി? അവിടെ നിന്ന് കളവ് പോയ എന്റെ സൈക്കിളില്ലേ, അതിവിടെ ഉണ്ട്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മുറ്റത്ത്. അതെങ്ങനെ അവിടെ എത്തി? അതെനിക്കറിയില്ല. നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞിട്ടാ ഇവിടെ കൊണ്ടുവച്ചത്. പ്രിയപ്പെട്ട ചട്ടമ്പി പാറുനെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ചട്ടമ്പി പാറുന്നോ? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? എന്താ ചേച്ചി? അവിടെ ഏതെങ്കിലും പയ്യൻ നിന്റെ പുറകെ കൂടിയിട്ടുണ്ടോ? ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ? സൈക്കിൾ എടുത്തോണ്ട് പോയ ആളുടെ മുഖം ഞാൻ കണ്ടതാ. ഇവിടെങ്ങുള്ള ആളല്ല. നിന്നെ സന്തോഷിപ്പിക്കാൻ ടൗണിൽ നിന്ന് ഏതെങ്കിലും പയ്യൻ വന്ന് അതെടുത്തോണ്ട് പോയെന്നാ ഇപ്പൊ എന്റെ സംശയം. ഇത്രയും ദൂരം വന്ന് അടിയും കൊണ്ട് കഷ്ടപ്പെട്ട് നിന്റെ സൈക്കിൾ എടുത്ത് നിനക്ക് കൊണ്ടുവന്ന് തരണമെങ്കില് ആരോ നിന്റെ പുറകെ കൂടിയിട്ടുണ്ട് പാറു. ആര്? ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ആ സൈക്കിള് ഇവിടെ കൊണ്ടുവച്ചത് കണ്ണനാ. കണ്ണനോ? ഏത് കണ്ണൻ? സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ. ആ പിന്നെ ഞാൻ നാളെ എന്റെ സൈക്കിളിലാ ജോലിക്ക് പോകുന്നത്. ചേച്ചി ഫോൺ വെച്ച ഏതെങ്കിലും ഒരു പയ്യൻ എന്റെ പുറകെ കൂടിയിട്ടുണ്ടോന്നാ ചേച്ചിയുടെ സംശയം. ചേച്ചി സംശയിച്ചത് സത്യോ? നിന്നോട് ഒരാൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്റെ പുറകെ വന്ന ഈ പാർവതി ശരിക്കും ചട്ടമ്പി പാറു ആവും. എന്റെ തനി നിറം അവൻ അറിയുകയും ചെയ്യും. നീ എത്ര വലിയ ചട്ടമ്പി പാറുവാണെങ്കിലും അയാളെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. നീ ആരെക്കുറിച്ചായി പറയുന്നേ? നമ്മുടെ കൃഷ്ണ ഭഗവാനെ കുറിച്ച്. നീ ആ ബുക്കില് ഭഗവാന്റെ പേരെഴുതിയില്ലേ? അത് ഭഗവാൻ ഇഷ്ടമായി. ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിയുമല്ലോ കള്ളക്കണ്ണന്. കൃഷ്ണൻ വേറെ രൂപത്തിൽ വന്ന് നിന്നോട് സ്നേഹം കാണിക്കുന്നതാ. ആണോ?